മൗനരാഗം സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ്. മാനസിക വളർച്ച കുറഞ്ഞ ബൈജു എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെയാണ് കോഴിക്കോട് സ്വദേശിയായ കാർത്തിക് അവതരിപ്പിച്ച് ഫലിപ്പിച്ചത്. എന്നാൽ കുറച്ചു കാലമായി മൗനരാഗം സീരിയലിൽ കാർത്തിക് എന്ന താരമില്ല. കാർത്തിക് 20ഓളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട്. എന്നാൽ ഇക്കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം. അതിനു കാരണം ഫെബ്രുവരിയിൽ സംഭവിച്ച ഒരു അപകടമാണ്. ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കാർത്തികിനെ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർത്തിക് ഇപ്പോൾ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. സുഖം പ്രാപിച്ചു വരുന്നതിന്റെ സന്തോഷം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ കണ്ട ജീവിതത്തിനെക്കുറിച്ചും സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ്. 10ഓളം സർജറികൾ കാലിന് മാത്രം ചെയ്തുവെന്നും കാർത്തിക് പറയുന്നു. 6 മാസമായി അഭിനയത്തിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുകയാണ്. മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു. അതിനിടെയാണ് പുറകിൽ നിന്നും വന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ പലരും ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അവർ അത് പറയുന്നതുമെല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു. ആശുപത്രിയിൽ എത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞാണ് അപകടം സംഭവിച്ചതെന്നും പരിക്കുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത്. കാലിലെ ഞരമ്പുകളെല്ലാം പോയിരുന്നു. സ്കാനിങ്ങിനു ശേഷം കാൽ മുറിച്ചു കളയണമെന്നടക്കം ഡോക്ടർ പറഞ്ഞു. സീരിയലിനൊപ്പം മാതൃഭൂമി പത്രത്തിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ കാല് മുറിക്കേണ്ട, ഓപ്പറേഷൻ മതിയെന്ന് മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ നടന്നു. അതും സക്സസ് ആയി. ഇതുവരെ 10ഓളം സർജറികൾ കാലിന് മാത്രം ചെയ്തു. ഒരു സർവൈവൽ സ്റ്റേജിലാണ് ഇപ്പോൾ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അഭിനയം വീണ്ടും തുടങ്ങണമെന്ന ആഗ്രഹത്തിലായിരുന്നു ഞാൻ. സീരിയൽ രംഗത്ത് എനിക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം കാണാൻ വന്നിരുന്നു. സീരിയലിൽ എന്റെ കഥാപാത്രത്തിനും അപകടം സംഭവിച്ചുവെന്ന രീതിയിലാണ് കഥ പോകുന്നത്. 2 മാസം കഴിയുമ്പോൾ സീരിയലിൽ തിരിച്ച് ജോയിൻ ചെയ്യണം. സീരിയൽ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നും സ്വയം ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാത്തിനും ഭാര്യയായിരുന്നു ഒപ്പം നിന്നത്. തീർത്താൽ തീരാത്ത നന്ദി ഭാര്യയോടും കുടുംബത്തോടുമുണ്ട് എന്നാണ് കാർത്തിക് ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞത്.